ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാളുവിനെ രക്ഷിക്കാൻ ഗംഗ കിണറിലേക്ക് ഇറങ്ങുകയാണ്. മാളുവിനെ കണ്ടതും ഗംഗ മാളുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാളുവിനെ കിട്ടി മഹിയായിട്ടായിരുന്നു ഉറുക്കി വിളിച്ച് പറയാണ്. പിന്നെ മാളുവിനെയും കൊണ്ട് ഗംഗ പുറത്തു വരികയാണ് കേട്ടോ. മാളുവിനെ ആ സമയം ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗംഗ നിന്ന സ്ഥലത്തെ മണ്ണിടിഞ്ഞ് ഗംഗ ആ കിണറിലേക്ക് തന്നെ വീഴുകയാണ്. ഗംഗ വീഴുന്നത് കാണുമ്പോൾ ശ്രേയയ്ക്കും ഹേമാവതിക്കും വലിയ സന്തോഷമാവാണ് കേട്ടോ. പിന്നെ മഹി ഇറങ്ങി ഗംഗയും പുറത്തു കൊണ്ടുവരികയാണ്. പുറത്തെത്തി കഴിയുമ്പോഴേക്കും ഗംഗയുടെയും ബോധം പോയിട്ടുണ്ടാവും. പിന്നെ മഹി ഗംഗയും മാളുവിനെയും കൂട്ടി ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടർ മാളുവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയ ചോദിക്കും, എൻ്റെ മോളെന്താ ഡോക്ടർ ഇത്ര നേരമായിട്ട് കണ്ണു തുറക്കാത്തത്? അവള് വേഗം ഉണർത്ത് ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറയും, കുഞ്ഞ് വീണതിൻ്റെ ഷോക്കിലാണ്, കുറച്ചു സമയം കിടക്കട്ടെ, വിളിച്ചുണർത്താൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഗംഗയെ പോയിട്ട് പരിശോധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹേമാവതി ശ്രേയോട് പറയും, ഇവളൊരിക്കലും ഉണരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഗംഗ കണ്ണു തുറക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ശ്രേയ പറയും, നാശം, ഇവളെ കല്ലിൽ ചതച്ചാലും ചാവില്ല എന്നാമേ തോന്നുന്നത്. കണ്ണു തുറന്ന ഗംഗ ചോദിക്കും, മാളു എവിടെ? അപ്പൊ ദേവയാനി പറയും, മാളു ഇതുവരെ ഉണർന്നിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ ഗംഗ ചോദിക്കും, അതെന്താ മാളു ഉണരാത്തത് ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും, പേടിക്കണ്ട, മാള് ഉണർന്നോളും. വീണതിന്റെ ഷോക്കിൽ നിന്ന് ശരീരവും മനസ്സും മാറി വരാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അപ്പൊ രാഹുൽ പറയും, എന്നാലും കുഞ്ഞു ഉണർന്ന് സംസാരിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പൊ ഡോക്ടർ പറയും, ഇടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് വിളിച്ചു നോക്ക്, ഉണർന്നില്ല എങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മാളിനെ വിളിച്ചു നോക്കുകയാണ് കേട്ടോ. പക്ഷെ മാള് ഉണരുന്നില്ല. ഗംഗ ആ സമയം നല്ല മയക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് കുഞ്ഞു ഉണർന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയും, ഇല്ല, ഞങ്ങൾ ഡോക്ടറിനെ വിളിക്കാൻ വരാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും, ഉണരേണ്ട സമയമായല്ലോ. എന്നിട്ട് മാളുവിനെ ഒന്നുകൂടെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണ്ടി വരും എന്നാ തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ രാഹുൽ ചോദിക്കും, എങ്കിലത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും നേരം കഴിഞ്ഞിട്ടാണോ ചെക്കപ്പും ട്രീറ്റ്മെന്റും നടത്താൻ പോകുന്നത്? അപ്പോൾ ഡോക്ടർ പറയും, കുട്ടിക്ക് കുഴപ്പമൊന്നും കാണാത്തത് കൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രേയ പറയും, എന്നിട്ടിപ്പോൾ ഡോക്ടർ തന്നെ മാറ്റി പറഞ്ഞില്ലേ, കുഞ്ഞെ ഞങ്ങളുടെയാണ്, വലിയൊരു അപകടത്തിൽ നിന്നാണ് കുഞ്ഞിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും? അപ്പോൾ രാഹുൽ പറയും, മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ മഹി ചോദിക്കും, ഞങ്ങൾ ഇനി എന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? മോളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ? അപ്പോൾ ഡോക്ടർ പറയും, വേണ്ട, ഒന്നുകൂടി ചെക്കപ്പ് നടത്തി നോക്കട്ടെ, അതിനുശേഷം വേണ്ടത് ചെയ്യാം. എന്നിട്ട് സിസ്റ്ററിനോട് കുട്ടിയെ ICUലേക്ക് മാറ്റാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ഗംഗ മയക്കത്തിൽ നിന്ന് ഉണരുകയാണ് കേട്ടോ. അപ്പോൾ മഹി പറയും, ഞങ്ങളൊക്കെ മാറി മാറി വിളിച്ചിട്ടും മാൾ ഉണരുന്നില്ല ഗംഗെ, ഇനി കൂടുതൽ ചെക്കപ്പ് വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഗംഗ പറയും, എൻ്റെ ശ്രീ മഹേശ്വര രക്ഷിക്കണേ, ഞങ്ങളുടെ മാളുവിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ, അവളെന്താ ഉണരാത്തത് എന്ന് പറഞ്ഞിട്ട് ഗംഗ പോയിട്ട് മാളുവിനെ കുറെ വിളിക്കുകയാണ് കേട്ടോ. എത്രയൊക്കെ കരഞ്ഞു വിളിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും മാള് കണ്ണു തുറക്കുന്നില്ല. പിന്നെയും ഗംഗ കരഞ്ഞുകൊണ്ട്, മാളു ഒന്ന് കണ്ണു തുറക്ക്, ഞങ്ങളെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ട് മാളുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഗംഗയുടെ കണ്ണുനീര് മാളുവിൻ്റെ കയ്യിലേക്ക് ഒറ്റ വീഴുകയാണ്. ആ സമയം മാളു കണ്ണു തുറന്ന് ഗംഗയെന്ന് വിളിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. മാളു ഉണർന്നത് കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പം എല്ലാവരുടെയും സങ്കടം മാറിയില്ലേ? മോള് ഞങ്ങളെ എല്ലാവരെയും ഭയപ്പെടുത്തി കഴിഞ്ഞു, മോള് ഞങ്ങളെല്ലാവരെയും ഒന്ന് ഭയപ്പെടുത്തി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗോകുലും ഗൗരിയുടെ അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. എന്നിട്ട് ഗൗരിയുടെ അമ്മ അവരോടൊക്കെ പറയും, ഞങ്ങളെല്ലാം അറിഞ്ഞു, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ കല്യാണം കഴിച്ചിട്ട് അവളെ മഹി കൊന്നു. എൻ്റെ കൊച്ചുമോളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അതും അനുസരിക്കാതെ നീയും നിന്റെ പുതിയ ഭാര്യയും കൂടെ ഇതിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? ഇത് കേൾക്കുമ്പോൾ മഹിക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം മഹി ഗോകുലിനോട് പറയും, നീ നിന്റെ അമ്മയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങണം എവിടെയെന്ന്. ഞാൻ ആരാണെന്നോ ഗംഗ ആരാണെന്നോ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഗോകുല് പറയും, ഞങ്ങളെ നീയൊന്നും ബോധ്യപ്പെടുത്തണ്ട, പക്ഷേ കോടതിയിൽ നീ അത് ബോധിപ്പിക്കേണ്ടി വരും. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിനക്ക് പുതിയ ഭാര്യയും ജീവിതമൊക്കെ ആയില്ലേ, ഇനി നിനക്ക് ഈ കുഞ്ഞെന്തിനാണ്? നാളെ നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാള് നിങ്ങൾക്ക് ഒരു അധികപ്പറ്റായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഗംഗ പറയും, മാള് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു അധികപ്പറ്റല്ല. ഞങ്ങൾ അവളെ സ്നേഹിക്കുന്ന പോലെയും സംരക്ഷിക്കുന്ന പോലെയും ആർക്കും അവളെ നോക്കാനാവില്ല. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, അത് നീ പറഞ്ഞ ശരിയാ ഗംഗേ, നിന്റെയൊക്കെ സംരക്ഷണത്തിന്റെ മികവുകൊണ്ടാണല്ലോ എൻ്റെ മാളു ആ കിണറിൽ വീണത്, അതും വെറും കിണറല്ലോ. അപ്പോൾ ദേവയാനി പറയും, നിങ്ങൾ വെറുതെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ രാഹുൽ പറയും, ഇതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമല്ല.
അപ്പോൾ ഗോകുൽ പറയും, നീ ഒന്നും മിണ്ടരുത്. ന്യായവും അന്യായവും തിരിച്ചറിയാനുള്ള ബോധം നിനക്കില്ലേ രാഹുലേ? അതൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഇതൊന്നും പറയാനുള്ള സ്ഥലമല്ല. അപ്പോൾ ഹേമാവതി പറയും, അതിന് അവരവരുടെ കൊച്ചുമകൾ കിണറിൽ നിന്ന് രക്ഷപ്പെട്ടതറിഞ്ഞ് കാണാൻ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ശ്രേയ പറയും, കാണാൻ വന്നവരെ കണ്ടിട്ട് പോകണം, അല്ലാതെ മാളുവിന്റെ പേരിൽ അവകാശം പറയരുത്. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാ പറയുന്നത്. അപ്പൊ മഹി പറയും, അവകാശം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന്റെ പേരിൽ മാളുവിനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ ബന്ധുവും സ്ഥാനമൊക്കെ ഞാൻ മറക്കും. ഇത് കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മ ചോദിക്കും, എന്ത് ബന്ധം? എന്റെ മോളെ നീ കൊന്നതിന്റെ ബന്ധോ? അപ്പൊ ഗംഗ പറയും, അങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ ഗൗരിയുടെ അമ്മ പറയും, നിർത്തിട്ട് നിന്റെ അഭിനയം, അതൊക്കെ ഇവന്റെ അടുത്ത് മതി. കല്യാണ നിശ്ചയം കഴിഞ്ഞ ഒരുത്തനെ കൊണ്ട് അവന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ അതേ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഈ ലോകത്ത് പലതും ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ കഴിവ് എൻ്റെ അടുത്തെടുക്കണ്ട. എൻ്റെ മോളെ നിനക്കൊന്നും കൊന്നുകളയാൻ ഞാൻ വിട്ടുതരില്ല. അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.